ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണി. എന്താണോ നിനക്ക് വട്ടുപിടിച്ചോ? അതേടോ, എനിക്കൊന്ന് വട്ടുപിടിച്ച് തന്നെ ഇരിക്കുക. എന്റെ ഉള്ളിലെ കലി നിന്നെ തല്ലിക്കൊന്നലേ അടങ്ങി. എന്താ പ്രശ്നം? ഇവൻ തന്നെയാ പ്രശ്നം. സ്വപ്നയുടെ കൂടെ നടന്ന് അവളുടെ ഭാവി ഇവൻ തകർത്തു. എന്താ ഗിരി ഇത്? ഇക്കാലത്ത് ഒരാണും പെണ്ണും കൂടെ ഒരുമിച്ച് നടക്കുന്നത് അത്ര വലിയ കാര്യമാണോ? അതിന്റെ പേരില് സ്വപ്നയുടെ ഭാവി പോയി എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം? ഗോപാൽജി, സ്വപ്ന പ്രഗ്നന്റ് ആണ്. മോനെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഗോപാൽജി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ. ഇവൻ സ്വപ്നയെ കല്യാണം കഴിക്കണം. എടാ മോനെ, നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. നിനക്കറിയാലോ, ഇവന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത് ആ പാർട്ടി സെക്രട്ടറി വിനോദിന്റെ മോളുമായിട്ടാ. ആ ബന്ധത്തിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ഒഴിയാൻ പറ്റില്ല. പതുക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. പാർട്ടിയും വിനോദേട്ടനൊന്നും എനിക്കൊരു വിഷയമല്ല ഗോപാൽജി. എനിക്ക് വലുത് എന്റെ അനിയത്തിയുടെ ഭാവിയാണ്. ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുന്നതിനെ കുറിച്ച് ഗോപാൽജി ചിന്തിച്ചോ? ബാക്കി കാര്യങ്ങള് നമുക്ക് രാവിലെ സംസാരിക്കാം. വേണ്ട, നീ എങ്ങാനും ഈ നാട്ടിൽ നിന്ന് മുങ്ങാൻ നോക്കിയ നിന്റെ ശവമായിരിക്കും പിന്നെ പൊങ്ങാൻ പോകുന്നത്. പറഞ്ഞേക്ക്. നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞതാ സ്വപ്നയെ അകലം പാലിക്കണമെന്ന്. നീ കാണിച്ച ഈ അബദ്ധം കാരണം എന്റെ രാഷ്ട്രീയ ഭാവിയാ ഇല്ലാതാവാൻ പോകുന്നേ. നിന്നെ കൊണ്ട് ഇന്നവരെ എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോടാ? ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ മാത്രമല്ലേ എനിക്ക് ഈ ജീവിതകാലം മുഴുവൻ നീ തന്നിട്ടുള്ളത്. ഈശ്വര, എനിക്ക് എന്തിനാ ഇങ്ങനെയുള്ള മക്കളെ തന്നെ? ഇനി അവളെ നീ ഫോണിൽ പോലും വിളിച്ചു പോരുത്. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ വീട്ടിലേക്ക് വാ. അങ്ങനെ ഞാനൊരു അച്ഛനാവാൻ പോവാ. ഇതെത്ര ഹാപ്പിയായി ആഘോഷിക്കേണ്ട വാർത്തയാണ്. ഡാഡി ചുമ്മാ എന്നെ തല്ലി ആകെ നാണം കെടുത്തി. ഞാൻ ഇങ്ങേരെക്കാൾ നല്ല അച്ഛനാവും, അതുറപ്പാ. വന്ന് വണ്ടി കയറണം. അമ്മയും ഗിരീടനും വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കുക. എനിക്ക് വേണ്ട. അമ്മേ, ഈ അവസ്ഥയിൽ എങ്ങനെയാ മോളെ കഴിക്കുക? കുടുംബത്തിന്റെ മാനം പോകുന്ന കാര്യല്ലേ മോനെ? ഗോപാൽജി കല്യാണത്തിന് സമ്മതിക്കില്ലേ മോനെ? സമ്മതിക്കുമെന്ന എന്റെ വിശ്വാസം. ഇനി അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിലും സഞ്ജുവിനെ തൂക്കിയെടുത്തോണ്ട് വന്ന് ഞാൻ ഈ കല്യാണം നടത്തും. ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സഞ്ജയ് എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചാ അവര് പൊക്കിക്കോളും. സഞ്ജു രക്ഷപ്പെടാൻ നോക്കിയൊന്നുമില്ല.
ഗോപാൽജി അവനെ നിർബന്ധിച്ച് പറഞ്ഞേക്കാൻ ശ്രമിച്ചാലേ ഉള്ളൂ. ഇവൾ അവന്റെ മീതെ കാണിക്കുന്ന വിശ്വാസം കാണുമ്പോഴാ എനിക്ക് ടെൻഷൻ കയറുന്നത്. ഇത് ഞാൻ സഞ്ജുവിന്റെ മീതെ കാണിക്കുന്ന വിശ്വാസമല്ല, എന്റെ മീതെയുള്ള വിശ്വാസമാ. എന്നെ എന്റെ ലക്ഷ്യത്തിൽ നിന്നും ആർക്കും അകറ്റാൻ പറ്റില്ല എന്റെ മണ്ടൻ ചേട്ടാ. എല്ലാരും ഉണ്ടല്ലോ, ഗൗരിയമ്മയുടെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? മഞ്ജു, സഞ്ജയോട് കല്യാണക്കാരൻ സംസാരിച്ചോ? സഞ്ജയ് വ്യക്തമായിട്ട് സമ്മതം അറിയിച്ചിട്ടില്ല. അവന്റെ സമ്മതം ആർക്കറിയണം? ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ടാണോ അവൻ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? ആലോചിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇനി കല്യാണം കഴിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. ആഹാ, ഈ ഒരു ആവേശം നിങ്ങളും കാണിക്കേ. എന്തായാലും നീ എന്റെ ഭാഗത്തായത് നന്നായി. ഞാൻ നിന്നെ അല്ല, ഈ കുടുംബത്തെയാ സഹായിക്കുന്നത്. പിന്നെ നീ പറഞ്ഞ കഥകളൊക്കെ അതുപോലെ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് നീ ഗർഭിണിയാണെന്ന് പറഞ്ഞത്. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? ഇവള് ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞിട്ട് ഇവൾക്ക് എന്ത് കിട്ടാനാ? ഇവൾക്കിങ്ങനെ സ്വയം നാണം കെടാന്ന് വല്ല നേർച്ചയുണ്ടോ? അവൾ ഒറ്റയ്ക്കല്ലല്ലോ നാണം കെടുന്നേ. ഗോപാലനും കുടുംബവും നാണം കെടില്ലേ? ഇവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞതും ഇത്രയും കാലം സഞ്ജയുമായിട്ടുള്ള ബന്ധത്തെ എതിർത്ത നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഇവളെ പിന്തുണയ്ക്കുന്നില്ലേ? ഗിരിയേട്ടൻ തന്നെ ഗോപാലിനോടും സഞ്ജയോടും കല്യാണത്തെ പറ്റി സംസാരിച്ചില്ലേ? ഇത്രയും കാലമായി ഇവൾ ആഗ്രഹിച്ചതും ഇത് തന്നെയല്ലേ? സഞ്ജു അയാളെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ എന്റെ കുടുംബത്തെ മുഴുവൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് പറ്റിക്കാണെന്നാണോ നീ പറയുന്നത്? അതെ. പക്ഷേ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിനക്ക് തെളിയിക്കാം. അതിനധികമൊന്നും ചെയ്യണ്ട. ദാ, ഈ പ്രഗ്നൻസി ടെസ്റ്റ് എടുത്താൽ മാത്രം മതി. ദാ, ടെസ്റ്റ് ചെയ്ത് നോക്ക്. പറഞ്ഞ പോലെ ടെസ്റ്റ് നടത്തുന്നത് തന്നെയാ നല്ലത്.